വായനയെ നെഞ്ചോട് ചേർത്ത് വിൽസൺ മേച്ചേരി. ജൂൺ 19 കേരളീയർ വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം. മലയാളികളെ വായനാ സംസ്കാരം പഠിപ്പിച്ച PN പണിക്കരുടെ ചരമദിനം. വായന മരിക്കുന്നില്ലെന്നതിന് ഒരു ഉദാഹരണമാണ് വിൽസൺ മേച്ചേരി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ചാലക്കുടി നഗരസഭാ ലൈബ്രറിയിലെ നിത്യസന്ദർശകനാണ് ഇദ്ദേഹം. ചാലക്കുടി നഗരസഭാ ലൈബ്രറിയിൽ കുട്ടികളും യുവാക്കളും പ്രായമായവരുമൊക്കെയായി ധാരാളം പേർ വായിക്കാനായി വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണെന്ന് ഇദ്ദേഹം പറയുന്നു. തൊഴിൽ അനുബന്ധ പ്രസിദ്ധീകരണങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഇന്നുണ്ട്. പക്ഷെ അന്നത് വായിക്കാനായിട്ട് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളൊക്കെ ധാരാളം പേര് വന്നിരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വരവൊക്കെ ചെറുപ്പക്കാരുടെ വരവൊക്കെ കുറവാണ്. പ്രായിക്കുന്നവരാണ് അധികവും. MA പഠന സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് പ്രധാന വിഷയമായി എന്നതാണ് വായനയുടെ അഗാധ നീലിമയിലേക്കുള്ള എടുത്തുചാട്ടത്തിന് നിമിത്തമായത്. വായനയുടെ ചക്രവാളം ഒറ്റ പത്രവായനയിൽ ഒതുങ്ങുന്നതല്ലെന്നും ഒന്നിലധികം മലയാള പത്രങ്ങളും ചുരുങ്ങിയത് ഒരു ഇംഗ്ലീഷ് പത്രവും ആനുകാലികങ്ങളുമൊക്കെ വായിച്ചു വേണം ക്ലാസ്സിൽ വരാനെന്നും അധ്യാപകർ നിർദ്ദേശിച്ചപ്പോൾ അതിനുള്ള വഴി തേടിയുള്ള യാത്ര എത്തിപ്പെട്ടത് ചാലക്കുടി നഗരസഭ ലൈബ്രറിയിലായിരുന്നു. 1990-ലാണ് സഹപാഠിയായിരുന്ന സഞ്ജയ് മൂത്തേടനൊപ്പം ലൈബ്രറിയിലേക്ക് ആദ്യമായി പ്രവേശിച്ചത്. പിന്നീട് സുഹൃത്തുക്കളുമൊത്ത് വൈകുന്നേരങ്ങളിൽ ലൈബ്രറിയിൽ സമയം ചെലവഴിക്കുന്നത് ശീലമാക്കി. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള ദൂരദർശൻ വാർത്ത കൂടി കണ്ടതിനു ശേഷമായിരിക്കും പിരിയുക. പിന്നീട് കൂട്ടുകാരൊക്കെ പല വഴിക്ക് പിരിഞ്ഞെങ്കിലും വിൽസൺ തന്റെ പതിവ് ഇപ്പോഴും തുടരുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ 9 മണിക്കും അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലുമാണ് പതിവ് സന്ദർശനം. അന്ന് ടെലിവിഷൻ വളരെ വിരളമായിട്ടേ വീടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. 1991 മെയ് 21 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുമൊക്കെ റീഡിംഗ് റൂമിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനിൽ ആകാംക്ഷയോടെ കൂട്ടുകാരുമൊത്ത് കണ്ടതും ചർച്ചകളിൽ ഏർപ്പെട്ടതുമൊക്കെ ഇപ്പോഴും ഒരു നൊമ്പരമായി മനസ്സിൽ മായാത്ത മുദ്രയായി കിടക്കുകയാണത്രേ. അന്ന് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും മലയാള പത്രങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് പത്രങ്ങളും വായിക്കാനായി വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമൊക്കെ ധാരാളം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ 800-ൽ പരം അംഗങ്ങളുണ്ടെങ്കിലും ഓൺലൈനിൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതുകൊണ്ടും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ടുമൊക്കെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമൊക്കെ ലൈബ്രറിയിൽ എത്തുന്നത് കുറഞ്ഞുവെന്നാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലമായി മാധ്യമരംഗത്തും ചാലക്കുടിയുടെ പൊതുരംഗത്തും സജീവ സാന്നിധ്യമായ വിൽസൺ മേച്ചേരി പറയുന്നത്. മുമ്പ് ലൈബ്രറിയും റീഡിംഗ് റൂമും നിറയെ വായനക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി വരുന്നവരിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും കുറവാണ്. ലൈബ്രറിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൂടി രൂപം കൊണ്ട നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ഭരണസമിതി അംഗമെന്ന നിലയിൽ ലൈബ്രറിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നഗരസഭയുടെ സഹകരണം ആവശ്യമായ മേഖലകളിൽ അത് ഉറപ്പാക്കുവാനും ശ്രദ്ധിക്കാറുണ്ട്. സാധാരണയായി ഞായറാഴ്ചകളിൽ ലൈബ്രറി തുറന്നു പ്രവർത്തിക്കുന്നതിനാൽ തിങ്കളാഴ്ച തുറക്കാറില്ല. എന്നാൽ നഗരസഭാ ചെയർമാൻ എബി ജോർജിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ വർഷം മുതൽ തിങ്കളാഴ്ചകളിലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും റീഡിംഗ് റൂം തുറന്നു പ്രവർത്തിക്കുന്നതിനും ലൈബ്രറിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നഗരസഭ തയ്യാറായത് വായനക്കാർക്ക് വലിയ ആശ്വാസവുമായി. നഗരസഭാ ലൈബ്രറിയിൽ ഇപ്പോൾ 27,000-ൽ പരം പുസ്തകങ്ങളും 15ഓളം പത്രങ്ങളും വായനയ്ക്ക് ലഭ്യമാണ്. എന്നിട്ടും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾ മാതൃഭാഷയായ മലയാളം വായിക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വലിയ വേദന തോന്നാറുണ്ടെന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്പസമയം ലൈബ്രറി സന്ദർശിച്ച വായനയ്ക്ക് സമയം കണ്ടെത്തിയാൽ നല്ല ഉച്ചാരണ ശുദ്ധി കൈവരിക്കാനാകുമെന്നുമാണ് വിൽസന്റെ അഭിപ്രായം. ന്യൂസ് ഫാക്ട്, ചാലക്കുടി. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. Intimate Matrimony, beautifying your life.